നിങ്ങൾക്ക് എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ പറ്റിയ ഒരു സപ്ലിമെന്റ് പറഞ്ഞു തരട്ടെ. എൽ-കാർനിറ്റിൻ സപ്ലിമെന്റ് എന്നാണ് അതിന്റെ പേര്. ഈ എൽ-കാർനിറ്റിൻ സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം പടപടേന്ന് കുറയും. അപ്പോ ധാരാളം പേര് ഇതിനോടകം തന്നെ എൽ-കാർനിറ്റിൻ സപ്ലിമെന്റുകൾ കഴിക്കാറുമുണ്ട്. അപ്പൊ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം എൽ-കാർനിറ്റിൻ സപ്ലിമെന്റുകൾ കഴിക്കാൻ തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ ആം രാജേഷ് മോഹൻ, യുവർ ട്രസ്റ്റഡ് പേഴ്സണൽ ട്രെയിനർ. എന്താണ് എൽ-കാർനിറ്റിൻ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എൽ-കാർനിറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ സിന്തസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്യൂളാണ്. അതായത് നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ എൽ-കാർനിറ്റിൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം സ്വന്തമായിട്ട് ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് എന്തിനാണ് നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്നതെന്ന്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 25% നമ്മുടെ ബോഡി സിന്തസിസ് ചെയ്യുന്നത്. ബാക്കി 75% നമ്മൾ ഫുഡിൽ നിന്ന് എടുക്കണം. ലൈസിൻ, മെഥിയോനിൻ എന്നീ 2 അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് ഈ എൽ-കാർനിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടും. നമുക്ക് ഫുഡിൽ നിന്ന് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് മിൽക്ക് പ്രോഡക്റ്റ് എന്നും റെഡ് മീറ്റ് എന്നും അല്ലെങ്കിൽ പോർക്ക് എന്നും ഒക്കെ ധാരാളമായിട്ട് എൽ-കാർനിറ്റിൻ നമുക്ക് ലഭിക്കാറുണ്ട്. ഇനി എന്താണ് എൽ-കാർനിറ്റിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. എൽ-കാർനിറ്റിൻ ചെയ്യുന്നത് നമ്മുടെ എനർജി മെറ്റബോളിസത്തിനെ ഒന്ന് ഫാസ്റ്റ് ആക്കും. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ മൈറ്റോകോൺട്രിയയിലേക്ക്, അതായത് നമ്മുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിലെ മൈറ്റോകോൺട്രിയയിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി, അതായത് നമ്മുടെ നാട്ടിൽ മണ്ണടിക്കുന്ന ഒരു ട്രക്കിന്റെ ഡ്യൂട്ടി പോലെ അവിടെ നിർത്തി ഇവിടെ കൊണ്ടുവരികയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എൽ-കാർനിറ്റിൻ ചെയ്യുന്നത്. അപ്പൊ ആളുകളുടെ ഒരു ചിന്ത ഉണ്ടാവും, അപ്പൊ ധാരാളം ട്രക്കുകൾ ഉണ്ടെങ്കിൽ ധാരാളം മണ്ണടിക്കാം എന്ന് പറഞ്ഞ പോലെ ധാരാളം എൽ-കാർനിറ്റിൻ ശരീരത്തിലുണ്ടെങ്കിൽ ധാരാളം ഫാറ്റിനെ കൊണ്ടുവന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ വണ്ണം കുറയും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സപ്ലിമെന്റുകളുടെ ഒരു ഉദയം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു 50% ശരിയാണ്, എന്നാൽ 50% തെറ്റാണ്. കാര്യം, നിങ്ങളുടെ ശരീരത്തിന് ഫാറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ എൽ-കാർനിറ്റിൻ സപ്ലിമെന്റിന്റെ യൂസ് വരുന്നത്. അതായത് നിങ്ങൾ ഒരു കാലറി ഡെഫിസിറ്റിൽ നിൽക്കുകയും നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൽ-കാർനിറ്റിൻ സപ്ലിമെന്റുകൾ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിച്ചേക്കാം. എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എൽ-കാർനിറ്റിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം. ആൾറെഡി നിങ്ങളുടെ ബോഡിയിൽ ആവശ്യത്തിന് എൽ-കാർനിറ്റിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെന്റുകൾ യൂസ്ലെസ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ എൽ-കാർനിറ്റിൻ കുറവാണ്, നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കാലറി ഡെഫിസിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ-കാർനിറ്റിൻ ഒരു പരിധിവരെ നിങ്ങളുടെ വണ്ണം കുറയാൻ സഹായിക്കാം. അല്ലാതെ വെറുതെ നിങ്ങൾ എൽ-കാർനിറ്റിൻ എടുത്തിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരെ പറയത്തക്ക സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. കുറച്ചുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾ വളരെ കുറച്ച് ആളുകൾക്ക് ഡയറിയ വരാനോ അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനോ, ഇനി ഓവർ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബോഡിയിൽ ഒരു ഫോൾ സ്മെൽ ഉണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമലി എൽ-കാർനിറ്റിൻ വളരെ സേഫ് ആയിട്ടുള്ള സപ്ലിമെന്റ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് എൽ-കാർനിറ്റിൻ സപ്ലിമെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ബൈ.